ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പിറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുഭാഷ് നെടുമങ്ങാട്. ആർപ്പുവിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ. നമ്മുടെ CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പരീക്ഷയ്ക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾ എഴുതും. സോ കുറച്ചൊന്ന് ഡിഫിക്കൽട്ടായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ അത്തരത്തിലൊരു ടോപ്പിക്കാണ് പവർ പോയിന്റിനകത്ത് വരുന്ന വ്യൂസ്. എളുപ്പം തന്നെയാണ്, പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. വ്യൂസ് ഇൻ പവർ പോയിന്റ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വ്യൂസ് ഇൻ പവർ പോയിന്റ്. PowerPoint offers different views to help users create, organize and present their slides more effectively. Each view serves a different purpose. അപ്പോൾ നമുക്ക് പവർ പോയിന്റിൽ വ്യത്യസ്ത വ്യൂസിൽ നമുക്ക് നമ്മുടെ പ്രസൻറ്റേഷനെ കാണാനായിട്ട് പറ്റും. അതായത് ഒരു യൂസറിന് പല രീതിയിലും അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് പല രീതിയിലും ഒരു പ്രസൻറ്റേഷൻ റിവ്യൂ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ വ്യത്യസ്ത വ്യൂസിൽ ഇട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു യൂസറിന് തൻ്റെ പ്രസൻറ്റേഷൻ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുവാനും ഓർഗനൈസ് ചെയ്യുവാനും അവരുടെ സ്ലൈഡുകൾ വളരെ എഫക്റ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യുവാനും ഒക്കെ വേണ്ടിയിട്ട് പവർ പോയിന്റിൽ വ്യത്യസ്ത തരത്തിലുള്ള പവർഫുള്ളായിട്ടുള്ള വ്യൂസ് അവൈലബിൾ ആണ് കേട്ടോ. ഓരോ വ്യൂവും പലതരം പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന വ്യൂ ആണ് നോർമൽ വ്യൂ. നോർമൽ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ പോയിന്റിലെ ഡിഫോൾട്ട് ആയിട്ടുള്ള വ്യൂ ആണ്. ഇത് PSCയുടെ ഒരു സ്ഥിര ചോദ്യമാണ് കേട്ടോ. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിലെ ഡിഫോൾട്ട് ആയിട്ടുള്ള വ്യൂ ഏതാണ് എന്ന് ചോദിച്ചാൽ പറയുക നോർമൽ വ്യൂ എന്ന് പറയുക. നോർമൽ വ്യൂ, ഡിഫോൾട്ട് വ്യൂ വെൻ യു ഓപ്പൺ പവർ പോയിന്റ്. നമ്മുടെ പവർ പോയിന്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട് കാണാൻ സാധിക്കുന്ന വ്യൂ ആണെന്ന് പറയുന്നത് നോർമൽ വ്യൂ എന്ന് പറയുന്നത്. ഡിവൈഡഡ് ഇൻറ്റു 3 ഏരിയാസ്. നോർമൽ വ്യൂവിനെ പ്രധാനമായിട്ട് 3 ഏരിയാസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തരം തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് സ്ലൈഡ് പെയിൻ സെൻറ്റർ ഷോസ് ദ സെലക്റ്റഡ് സ്ലൈഡ്. അപ്പോൾ സ്ലൈഡ് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലൈഡുകളെ കാണിച്ചു തരുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പെയിനാണ് സ്ലൈഡ് പെയിൻ എന്ന് പറയുന്നത്. 2 തംബ്നെയിൽ പെയിൻ ലെഫ്റ്റ് ഷോസ് എ ലിസ്റ്റ് ഓഫ് സ്ലൈഡ്സ്. നമുക്ക് എത്ര സ്ലൈഡാണോ ഒരു പ്രസൻറ്റേഷനകത്തുള്ളത് അതിൻ്റെ ലിസ്റ്റ് കാണിച്ചു തരുന്ന ഒരു പെയിൻ, ഒരു ഏരിയ ആണ് തംബ്നെയിൽസ് പെയിൻ എന്ന് പറയുന്നത്. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിനകത്ത് വരുന്ന ഓരോ പേജുകളെയും പറയുന്ന പേരാണ് സ്ലൈഡ് കേട്ടോ. SLIDE. സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പവർ പോയിന്റ് പേജാണ് എന്ന് മനസ്സിലാക്കുക. തൊട്ടടുത്തായിട്ട് വരുന്നത് നോട്ട്സ് പെയിൻ ബോട്ടം, അതായത് ഏറ്റവും താഴെ ഭാഗത്തായിട്ട്. നോട്ട്സ് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫോർ ആഡിങ് സ്പീക്കർ നോട്ട്സ്. ഇപ്പോൾ ഒരു പ്രസൻറ്റർ ഒരു പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുന്ന വ്യക്തിയുടെ നോട്ടുകളൊക്കെ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ആണ് നോട്ട്സ് പെയിൻ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പവർ പോയിന്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് സ്ലൈഡ് പെയിൻ എന്ന് പറയുന്നത്. സ്ലൈഡ് പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കറൻ്റ്ലി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏത് സ്ലൈഡാണോ ആ സ്ലൈഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മെയിൻ ഏരിയയിൽ കാണാനായിട്ട് സാധിക്കും. ആ ഒരു സ്ലൈഡിൽ നിന്നുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകളൊക്കെ അവിടെ എഡിറ്റ് ചെയ്യുവാനും സാധിക്കും കേട്ടോ. ദെൻ തംബ്നെയിൽ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് സൈഡിലായിട്ട് കാണാൻ സാധിക്കുന്ന ഈ ഒരു ഏരിയ ആണ് തംബ്നെയിൽ പെയിൻ എന്ന് പറയുന്നത്. എത്ര സ്ലൈഡാണോ ഉള്ളത് ഓരോ സ്ലൈഡും 1, 2, 3, 4 എന്ന് പറയുന്ന ആ ഒരു ഓർഡറിൽ ചെറിയൊരു തംബ്നെയിലായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏത് സ്ലൈഡാണോ നിങ്ങൾക്ക് വേണ്ടത് അവിടെ ജസ്റ്റ് മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ലൈഡ് പെയിനിൽ സെൻറ്റർ ഏരിയയിൽ ആ ഒരു പർട്ടിക്കുലർ സ്ലൈഡ് ഓപ്പൺ ആയി വരും കേട്ടോ. നോട്ട്സ് പെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും താഴെ ആയിട്ടായിരിക്കും, ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നോർമൽ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിലെ ഡിഫോൾട്ട് ആയിട്ടുള്ള വ്യൂ ആണ് എന്ന് എന്ത് ചെയ്യുക, അറിയുക. ഓക്കെ, ദെൻ യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് സ്ലൈഡ്സ്. ഈ നോർമൽ വ്യൂ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സ്ലൈഡുകളെ ക്രിയേറ്റ് ചെയ്യുവാനും എഡിറ്റ് ചെയ്യുവാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് അറിയുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സ്ലൈഡ് സോർട്ടർ വ്യൂ. ഇതെല്ലാം പരീക്ഷയ്ക്ക് PSCയുടെ പ്രിയപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകളിൽ പ്രിയപ്പെട്ട ചോദ്യം, റാങ്ക് മേക്കിംഗ് ഫാക്ട്, ഇമ്പോർട്ടൻറ്റ് ഫാക്ട് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ അത്രയ്ക്കും കയറാനായിട്ടാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു വേർഡ് പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സിലബസ് ഉള്ള പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കൂ, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സ്ലൈഡ് സോർട്ടർ വ്യൂ എന്താണെന്ന് നോക്കാം. സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ് ഓൾ സ്ലൈഡ്സ് ആർ തംബ്നെയിൽസ്. അതായത് ഒരു പ്രസൻറ്റേഷനകത്ത് 20 പേജ് ഉണ്ടെങ്കിൽ ആ മുഴുവൻ പേജിനെയും
ഒരു സിംഗിൾ വിൻഡോയ്ക്കകത്ത് ഇങ്ങനെ തംബ്നെയിൽ പോലും എന്ത് ചെയ്യും നമുക്ക് കാണിച്ചു തരും. ഇതിനെയാണ് സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറയുന്നത്. ഞാൻ ഈ സ്ക്വയർ ആയിട്ട് വരയ്ക്കുന്നതെല്ലാം ഓരോ സ്ലൈഡുകളാണ് കേട്ടോ. ആ ഒരു സിംഗിൾ പേജിനകത്ത് അല്ലെങ്കിൽ ആ ഒരു സിംഗിൾ ഇന്റർഫേസിനകത്ത് വിൻഡോയ്ക്കകത്ത് മൾട്ടിപ്പിൾ സ്ലൈഡുകളെ നമ്മുടെ പ്രസന്റേഷനകത്തുള്ള എല്ലാ സ്ലൈഡുകളെയും നമുക്ക് ഒരുമിച്ച് കാണുവാനായിട്ട് സാധിക്കും. ഇതിനെയാണ് സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കേട്ടോ. ഇതിന്റെ പർപ്പസ് എന്താണ്? യൂസ്ഫുൾ ഫോർ റീഅറേഞ്ചിങ് സ്ലൈഡ് ഓർഡർ. സ്ലൈഡിന്റെ ഓർഡറിനെ റീഅറേഞ്ച് ചെയ്യുവാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് എന്തെന്ന് പറയുന്നത് സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറയുന്നത്. അപ്ലൈ ഇൻ ട്രാൻസിഷൻസ്. അപ്പോൾ ട്രാൻസിഷൻസ് ഇപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ സ്ലൈഡിൽ നിന്നും തൊട്ടടുത്ത സ്ലൈഡിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു ട്രാൻസിഷൻ എഫക്റ്റ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ട്രാൻസിഷൻ എഫക്റ്റുകൾ ആഡ് ചെയ്യുവാനും വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു വ്യൂ ആണ് എന്തെന്ന് പറയുന്നത് സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ വ്യൂയിങ് സ്ലൈഡ് സീക്വൻസ് അറ്റ് എ ഗ്ലാൻസ്. അതായത് ഓരോ സ്ലൈഡിൻ്റെയും ഓർഡർ ഒന്നിന് പുറകെ ഒന്നായിട്ടുള്ള കറക്റ്റ് ഓർഡർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ നമുക്ക് ആ ഓർഡറിനെ എന്ത് ചെയ്യാം റീഅറേഞ്ചും ചെയ്യാം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വ്യൂ ആണ് എന്തെന്ന് പറയുന്നത് സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു വ്യൂ ആണ് റീഡിംഗ് വ്യൂ കേട്ടോ. റീഡിംഗ് വ്യൂ അതിൻ്റെ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഒന്ന് നന്നായിട്ട് നമുക്ക് അതിനകത്തുള്ള കണ്ടന്റ് മുഴുവൻ എന്ത് ചെയ്യാൻ പറ്റണം വായിക്കുവാനായിട്ട് സാധിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യൂ ആണ് റീഡിംഗ് വ്യൂ എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ് ദ പ്രസന്റേഷൻ ഇൻ എ വിൻഡോ. ഒരു വിൻഡോയ്ക്കകത്ത് ആ പ്രസന്റേഷനെ മുഴുവനായിട്ട് കാണിച്ചു തരുന്ന ആ ഒരു പ്രസന്റേഷൻ ഒരു പർട്ടിക്കുലർ സ്ലൈഡിനെ മുഴുവനായിട്ട് കാണിച്ചു തരുന്ന വ്യൂ ആണ് റീഡിംഗ് വ്യൂ എന്ന് പറയുന്നത്. അതായത് ഫുൾ സ്ക്രീനിൽ അല്ലാതെ ഒരു വിൻഡോയ്ക്കകത്ത് മുഴുവനായിട്ടും അതായത് ഈ ഒരു റീഡിംഗ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ആപ്ലിക്കേഷൻസും എന്ത് ചെയ്യാൻ പറ്റും താഴെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് നമ്മുടെ സ്ലൈഡ് ഷോ വ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ മോണിറ്ററിന്റെ മുഴുവൻ ആ സ്ക്രീൻ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യൂ ആണ് സ്ലൈഡ് ഷോ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ലൈഡ് ഷോ വ്യൂവിൽ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ടാസ്ക് ബാറോ അല്ലെങ്കിൽ ടൈറ്റിൽ ബാറോ ഒന്നും കാണാൻ സാധിക്കത്തില്ല. പക്ഷേ നമ്മുടെ ഈ റീഡിംഗ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ടാസ്ക് ബാറും ടൈറ്റിൽ ബാറും ഒക്കെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഒരു വിൻഡോയ്ക്കകത്ത് ഈ നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്ന പേജിനെ മുഴുവനായിട്ട് കാണിച്ചു തരുന്ന ഒരു വ്യൂ ആണെന്ന് പറയുന്നത് റീഡിംഗ് വ്യൂ എന്ന് പറയുന്നത്. അലോസ് യു ടു വ്യൂ ദ സ്ലൈഡ് ഷോ വൈൽ സ്റ്റിൽ ആക്സസിങ് അതർ ആപ്ലിക്കേഷൻസ്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നമുക്ക് സ്ലൈഡ് ഷോ കാണാം, മറ്റ് ആപ്ലിക്കേഷൻസും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രസന്റേഷന്റെ സ്ലൈഡ് ഷോ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് ടാസ്ക് ബാറിൽ മറ്റ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആക്സസ് ചെയ്യാൻ പറ്റും, കാണാനായിട്ടും പറ്റും. അതായത് ടാസ്ക് ബാറും കാണാൻ പറ്റും, ടൈറ്റിൽ ബാറും കാണാൻ പറ്റും. അത്തരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് എന്തെന്ന് പറയുന്നത് റീഡിംഗ് വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. റീഡിംഗ് വ്യൂ എന്ന് പറയുന്നത് ഗുഡ് ഫോർ റിവ്യൂവിങ് സ്ലൈഡ്സ് വിത്തൗട്ട് എൻറ്ററിങ് ദ ഫുൾ പ്രസന്റേഷൻ മോഡ്. അപ്പം നമ്മുടെ സ്ക്രീൻ മുഴുവനും വലുതാക്കി കാണിക്കുന്നതിന് പകരം നമുക്ക് ഓരോ സ്ലൈഡുകളെയും പരിശോധിക്കുവാനായിട്ട് റിവ്യൂ ചെയ്യുവാനായിട്ട് വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു വ്യൂ ആണ് റീഡിംഗ് വ്യൂ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു സ്ക്രീനിൽ എന്ത് ചെയ്യാണ് അവതരിപ്പിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ സ്ലൈഡ് ഷോയിൽ ഇട്ടിരിക്കുകയാണ്. സ്ലൈഡ് ഷോയിൽ ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് മറ്റ് ആപ്ലിക്കേഷൻസ് ഒന്നും ഈ സ്ക്രീനിൽ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം വീണ്ടും മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് അടിച്ച് ഇതിനെ ഈ സ്ലൈഡ് ഷോ മാറ്റണം, എങ്കിലേ മറ്റ് ആപ്ലിക്കേഷൻ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇതിനെ റീഡിംഗ് വ്യൂവിലാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ തൊട്ട് താഴെ ടാസ്ക് ബാറിൽ മറ്റ് ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതാണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഡിസ്പ്ലേസ് ദ പ്രസന്റേഷൻ ഇൻ എ വിൻഡോ നോട്ട് ഫുൾ സ്ക്രീൻ allows you to view the slideshow while still accessing other applications. Good for reviewing slides without entering full presentation mode. ഇതാണ് റീഡിംഗ് വ്യൂ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. അത് ജസ്റ്റ് നമുക്ക് ഫുള്ളിൽ ഇരുന്ന് വായിക്കാൻ പറ്റണം, റിവ്യൂ ചെയ്യാനായിട്ട് പറ്റണം. അടുത്തത് സ്ലൈഡ് ഷോ വ്യൂ. എന്താണ് സ്ലൈഡ് ഷോ വ്യൂ? നമുക്ക് എന്താണെന്ന് നോക്കാം. റൺസ് ദ പ്രസന്റേഷൻ ഇൻ ഫുൾ സ്ക്രീൻ മോഡ്. നമുക്ക് ഫുൾ സ്ക്രീൻ മോഡിൽ നമ്മുടെ മോണിറ്റർ സ്ക്രീനിൻ്റെ ഫുൾ സ്ക്രീൻ മോഡിൽ നമ്മുടെ പ്രസൻറ്റേഷൻ ഇട്ട് നമുക്ക് ഓഡിയൻസിന് മുന്നിൽ അവതരിപ്പിക്കുവാനായിട്ട് സാധിക്കണം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യൂ ആണ് സ്ലൈഡ് ഷോ വ്യൂ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ലൈഡ് ഷോ വ്യൂ ആണ്. ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്, എൻ്റെ പ്രസൻറ്റേഷനെ ഈ ഒരു മുഴുവൻ സ്ക്രീനിൽ നിർത്തിയിരിക്കുകയാണ്. അത് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ കാണുന്നത് എന്താണ് സ്ലൈഡ് ഷോ വ്യൂ ആണ്. ഇവിടെ മറ്റൊന്നും തന്നെ കാണാനില്ല, എൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ പേജ് സ്ലൈഡ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം, സ്ലൈഡ് ഷോ വ്യൂ എന്ന് പറയാം. ഇപ്പോൾ റൺസ് പ്രസൻറ്റേഷൻ ഇൻ ഫുൾ സ്ക്രീൻ മോഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ലൈഡ് ഷോ വ്യൂ എന്ന് പറയുന്നത്. ദെൻ യൂസ്ഡ് ഫോർ പ്രസൻറ്റിംഗ് ടു ആൻ ഓഡിയൻസ്. അപ്പോൾ ഓഡിയൻസിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വ്യൂ ആണെന്തെന്ന് പറയുന്നത് സ്ലൈഡ് ഷോ വ്യൂ എന്ന് പറയുന്നത്. ദെൻ ഷോസ് അനിമേഷൻസ് ട്രാൻസിഷൻസ് ആൻഡ് മീഡിയ ആസ് ദേ വിൽ അപ്പിയർ ഡ്യൂറിങ് ദ ആക്ച്വൽ പ്രസൻറ്റേഷൻ.
അപ്പോൾ നമ്മൾ പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുമ്പോൾ ഞാൻ സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടുള്ള അനിമേഷൻസ്, ട്രാൻസിഷൻസ്, മറ്റ് മീഡിയാസ്, അതായത് ഞാൻ ചിലപ്പോൾ സൗണ്ടോ വീഡിയോയോ ഒക്കെ ഞാൻ എൻ്റെ പ്രസൻറ്റേഷനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും, പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാം സ്ലൈഡ് ഷോ ടൈമിൽ എനിക്ക് ഓഡിയൻസിന് മുന്നിൽ കാണിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ഇതാണ് സ്ലൈഡ് ഷോ വ്യൂ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. ഒരു സ്ലൈഡ് ഷോ എനിക്ക് ആ പേജിൻ്റെ എൻ്റെ പ്രസൻറ്റേഷൻ്റെ ബിഗിനിങ്ങിൽ നിന്ന് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഷോർട്ട് കട്ട് കീ ആണ് F5 മാത്രം ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പ്രസൻറ്റേഷൻ്റെ ആദ്യത്തെ പേജ് മുതൽ എന്ത് ചെയ്യാൻ പറ്റും, സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാതെ ഒരു പർട്ടിക്കുലർ പേജ്, ഇപ്പോൾ ഒരു 10 പേജ് ഉണ്ടെങ്കിൽ 3-ാമത്തെ പേജിൽ നിന്ന് എനിക്ക് സ്ലൈഡ് ഷോ ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ 3-ാമത്തെ പേജ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഷിഫ്റ്റ് പ്ലസ് F5 പ്രസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കറണ്ട് സ്ലൈഡിൽ നിന്നായിരിക്കും എൻ്റെ സ്ലൈഡ് ഷോ എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക കേട്ടോ. കറണ്ട് പേജിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, സ്ലൈഡ് ഷോ ആരംഭിക്കുന്നത്. F5 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ബിഗിനിങ് പേജിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, സ്ലൈഡ് ഷോ ആരംഭിക്കുന്നത്. വൃത്തിയായിട്ട് പഠിച്ചുകൊള്ളുക കേട്ടോ. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ഒരു വ്യൂ ആണ് നോട്ട്സ് പേജ് വ്യൂ. എന്താണ് നോട്ട്സ് പേജ് വ്യൂ? നോട്ട്സ് പേജ് വ്യൂ എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ് ഓൺ സ്ലൈഡ് വിത്ത് ഇറ്റ്സ് കറസ്പോണ്ടിങ് സ്പീക്കർ നോട്ട്സ്. അതായത് ഒരു പർട്ടിക്കുലർ സ്ലൈഡ് നമുക്ക് മുന്നിൽ കാണിച്ചു തരികയും ചെയ്യും, അതിനോടൊപ്പം തന്നെ ആ സ്പീക്കറിൻ്റെ നോട്ടും കൂടി എന്ത് ചെയ്യും, നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. ഇതാണ് നോട്ട്സ് പേജ് വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഡിസ്പ്ലേസ് വൺ സ്ലൈഡ് വിത്ത് ഇറ്റ്സ് കറസ്പോണ്ടിങ് സ്പീക്കർ നോട്ട്സ്. ഒരു പർട്ടിക്കുലർ സ്ലൈഡ് കാണിക്കുന്നതിനോടൊപ്പം തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീക്കർ നോട്ട്സും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇതിനെ നോട്ട്സ് പേജ് വ്യൂ എന്ന് എന്ത് ചെയ്യാം, നമുക്ക് പറയാം. ദെൻ യൂസ്ഫുൾ ഫോർ പ്രിന്റിംഗ് ഓർ പ്രിപ്പയറിംഗ് സ്പീക്കർ നോട്ട്സ് ഫോർ എ പ്രസൻറ്റേഷൻ. ഇത് പ്രധാനമായിട്ടും എപ്പോഴാണ് നമുക്ക് ഉപകാരപ്രദമാവുന്നത്? യൂസ്ഫുൾ ഫോർ പ്രിന്റിംഗ് ഓർ പ്രിപ്പയറിംഗ് സ്പീക്കർ നോട്ട്സ് ഫോർ എ പ്രസൻറ്റേഷൻ. ഒരു പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് നമുക്കൊരു സ്പീക്കർ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുന്ന സമയത്തോ ഒക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നോട്ട്സ് പേജ് വ്യൂ യൂസ്ഫുൾ ആവുന്നത് കേട്ടോ. ഹെൽപ്പ് പ്രസൻറ്റേഴ്സ് പ്ലാൻ വാട്ട് ടു സേ വിത്ത് ഈച്ച് സ്ലൈഡ്. മാത്രമല്ല ഒരു പ്രസൻറ്ററിന് എന്താണ് ഓരോ സ്ലൈഡും കാണിച്ചുകൊണ്ട് ഓഡിയൻസിന് മുന്നിൽ പറയേണ്ടത്, അതിനു കൂടി സഹായിക്കുന്ന ഒരു വ്യൂ ആണെന്ന് പറയുന്നത് നോട്ട്സ് പേജ് വ്യൂ എന്ന് ചെയ്യുന്നത് പറയുന്നത്. അതിനകത്ത് പ്രസൻറ്ററിൻ്റെ നോട്ടുകൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഒരു പർട്ടിക്കുലർ സ്ലൈഡ് ഓപ്പണായി വരുമ്പോൾ ആ പ്രസൻറ്റർ ആ സ്ലൈഡിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്ത് ഓഡിയൻസിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് സഹായിക്കുന്ന ചില നോട്ടുകളോ ഹിൻറ്റുകളോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന വ്യൂ ആണ് ഔട്ട്ലൈൻ വ്യൂ. ഔട്ട്ലൈൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ധാരണ മനസ്സിൽ വന്നിട്ടുണ്ട്. നമ്മൾ പറയാമല്ലോ ഒരു സ്റ്റോറിയുടെ ഒരു ഔട്ട്ലൈൻ ആദ്യം പറഞ്ഞു തന്നു എന്നൊക്കെ പറയുമല്ലോ. അതായത് മുഴുവൻ കണ്ടന്റും കാണത്തില്ല, പക്ഷെ ഒരു ഔട്ട്ലൈൻ മാത്രം. അതാണ് ഔട്ട്ലൈൻ വ്യൂ എന്ന് പറയുമ്പോൾ ഷോസ് ഓൺലി ദ ടെക്സ്റ്റ് കണ്ടന്റ് ഓഫ് ഈച്ച് സ്ലൈഡ് ഇൻ ആൻ ഔട്ട്ലൈൻ ഫോർമാറ്റ് കേട്ടോ. ഓരോ സ്ലൈഡിനകത്തുമുള്ള ടെക്സ്റ്റ് കണ്ടന്റ് മാത്രം കാണിച്ചു തരുന്ന ഒരു വ്യൂ ആണ് ഔട്ട്ലൈൻ വ്യൂ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മളൊരു സ്ലൈഡിനകത്ത് ചിലപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുള്ളൂ, അതിനോടൊപ്പം ഇമേജ് ആഡ് ചെയ്യും, ഷേപ്പ് ആഡ് ചെയ്യും, ചാർട്ട് ആഡ് ചെയ്യും, വീഡിയോസ് ആഡ് ചെയ്യും, ഓഡിയോസ് ആഡ് ചെയ്യും, മൾട്ടിമീഡിയ പരമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്താലും നമ്മൾ ഔട്ട്ലൈൻ വ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ടെക്സ്റ്റുവൽ കണ്ടന്റ് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ പ്രസൻറ്റേഷൻ്റെ ഒരു സ്ട്രക്ചർ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഔട്ട്ലൈൻ വ്യൂ എന്ന് പറയുന്നത്. ഷോസ് ഓൺലി ദ ടെക്സ്റ്റ് കണ്ടന്റ് ഓഫ് ഈച്ച് സ്ലൈഡ് ഇൻ ആൻ ഔട്ട്ലൈൻ ഫോർമാറ്റ് എന്നാണ് പറയുന്നത്. ഹെൽപ്സ് ഫോക്കസ് ഓൺ ദ സ്ട്രക്ചർ ആൻഡ് ഫ്ലോ ഓഫ് കണ്ടന്റ്. ഇവിടെ പ്രധാനമായിട്ടും ഒരു സ്ലൈഡിൻ്റെ അല്ലെങ്കിൽ ഒരു കണ്ടന്റിൻ്റെ സ്ട്രക്ചറിനെയും ഫ്ലോയിനെയും മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കാണിച്ചു തരുന്നത്. അതായത് നമ്മളൊരു പ്രസൻറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു കോർ കണ്ടന്റ് ഉണ്ടാവും. ആ കണ്ടന്റിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് ഔട്ട്ലൈൻ വ്യൂ എടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കുകയാണ്, അതിനെ റിവ്യൂ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ പെട്ടെന്ന് വായിച്ച് മറ്റൊരാൾക്ക് മനസ്സിലാവണം, എന്തെങ്കിലുമൊക്കെ പ്രപ്പോസൽ ഉണ്ടെങ്കിൽ അത് പറയണം. അതിന് വേണ്ടിയിട്ട് ഒരു ഔട്ട്ലൈൻ മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ കാണിച്ചു കൊടുത്താൽ മതിയാവും. ഓവറാൾ ഡിസൈൻ ഒന്നും മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഔട്ട്ലൈൻ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്രസൻറ്ററിനോട് പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഹെൽപ്സ് ഫോക്കസ് ഓൺ ദ സ്ട്രക്ചർ ആൻഡ് ഫ്ലോ ഓഫ് കണ്ടന്റ്. ഓക്കെ, യൂസ്ഫുൾ ഫോർ എഡിറ്റിംഗ് ലാർജ് എമൗണ്ട്സ് ഓഫ് ടെക്സ്റ്റ് ക്വിക്ക്ലി. നമുക്ക് വലിയ എമൗണ്ട് ഓഫ് ടെക്സ്റ്റിനെ വളരെ ഫാസ്റ്റായിട്ട്, അക്ഷരങ്ങളെ വളരെ ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്യുവാനൊക്കെ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുവാനൊക്കെ സഹായിക്കുന്ന ഒരു വ്യൂ ആണ് ഔട്ട്ലൈൻ വ്യൂ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ
CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്ന തസ്തികയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 31 അപ്പോൾ ആപ്ലിക്കൻസ് മറ്റുള്ള തസ്തികകളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവുള്ള ഒരു തസ്തികയാണിത്. അതുകൊണ്ട് തന്നെ സ്കോപ്പ് വളരെയധികം കൂടുതലാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഈസി ആയിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുവാനായിട്ട് സാധിക്കുന്ന ഒരു പരീക്ഷ കൂടിയാണ് CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ചോദ്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം നമ്മുടെ സിലബസിൽ ഈ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറും അതുപോലെ തന്നെ വേർഡ് പ്രോസസ്സിങ്ങുമാണ്. അപ്പോൾ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, കമ്പ്യൂട്ടറിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഹാർഡ്വെയർ പരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വേർഡ് പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വേർഡ്, എക്സൽ, പവർ പോയിന്റ്, ഇതെല്ലാം അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട് പിന്നീട് റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഉൾപ്പെടുവാനായിട്ട് സാധിക്കും. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഒരു 6 മാസത്തെ ഒരു പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്വപ്ന ജോലി CCയോടൊപ്പം നേടിയെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ആപ്തവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ 8921440580 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. പിന്നെ നമുക്ക് ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മുൻ CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ബാച്ചിൽ നിന്നുള്ള പല ഉദ്യോഗാർത്ഥികൾക്കും മികച്ച രീതിയിൽ എക്സാമിന് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളിവിടെ നിന്ന് പഠിപ്പിച്ച് വിട്ട പല ചോദ്യങ്ങളും അതുപോലെയൊക്കെ തന്നെ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചോദിച്ച് അവർക്ക് ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും വരുന്ന പരീക്ഷകളിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ കൂട്ടുകാരും ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് മാസ്റ്റർ വ്യൂസ് ഇൻ പവർ പോയിന്റ്. നമ്മൾ നേരത്തെ പഠിച്ചതൊക്കെ എന്താണ്? സാധാരണ വ്യൂസ് ആണ്. ഈ വ്യൂസ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ പറയുക, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിൽ വ്യൂസ് എന്ന് പറയുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടൊരു മെനു ഉണ്ട് അല്ലെങ്കിൽ ഒരു ടാബ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള വ്യൂസ് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതിപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് ആയാലും പവർ പോയിന്റ് ആയാലും വ്യൂസ് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള വ്യൂസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളിനി പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വ്യൂ ആണ് മാസ്റ്റർ വ്യൂസ് ഇൻ പവർ പോയിന്റ്. എന്താണ് മാസ്റ്റർ വ്യൂവിൻ്റെ പർപ്പസ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. മാസ്റ്റർ വ്യൂസ് ആർ യൂസ്ഡ് ടു കൺട്രോൾ ദ ഓവറാൾ ലുക്ക് ആൻഡ് ലേഔട്ട് ഓഫ് എ പ്രസൻറ്റേഷൻ. നമ്മുടെ പ്രസൻറ്റേഷൻ്റെ ഓവറാൾ ലുക്കിനെയും ലേഔട്ടിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യൂ ആണ് എന്തെന്ന് പറയുന്നത് മാസ്റ്റർ വ്യൂ എന്ന് പറയുന്നത്. ചേഞ്ചസ് മെയ്ഡ് ഇൻ മാസ്റ്റർ വ്യൂസ് അപ്ലൈ ടു മൾട്ടിപ്പിൾ സ്ലൈഡ്സ് ഓർ എലമെന്റ്സ്. നമ്മൾ മാസ്റ്റർ വ്യൂ എടുത്തുകൊണ്ട് ഉണ്ടാക്കുന്ന പുതിയ ചേഞ്ചസ് എല്ലാം നമ്മുടെ പ്രസൻറ്റേഷനകത്തുള്ള എല്ലാ സ്ലൈഡുകൾക്കും എലമെന്റുകൾക്കും എന്ത് ചെയ്യുന്നു? ആപ്ലിക്കബിൾ ആകുന്നു. എൻഷുറിങ് കൺസിസ്റ്റൻസി ത്രൂ ഔട്ട് ദ പ്രസൻറ്റേഷൻ. അതുപോലെ തന്നെ നമ്മുടെ പ്രസൻറ്റേഷനിൽ മുഴുവൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സാധിക്കും കേട്ടോ. അപ്പം മാസ്റ്റർ വ്യൂ എനാബിൾ ആക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ സ്ലൈഡുകളെ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഓവറാൾ സ്ലൈഡുകളുടെ ലുക്കും ഫീലും യുണീക്ക് ആക്കുവാനും കൺസിസ്റ്റൻസി നിലനിർത്തുവാനും സാധിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പ്രധാനമായിട്ടും നമുക്ക് എന്തെങ്കിലും ലോഗോസ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മാസ്റ്റർ വ്യൂസ് ഉപയോഗിച്ച് ചെയ്യാം. വാട്ടർമാർക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മാസ്റ്റർ വ്യൂസ് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. കാരണം ഈ വാട്ടർമാർക്ക്, ലോഗോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രസന്റേഷനകത്തുള്ള എല്ലാ സ്ലൈഡുകളിലും ഒന്നുപോലെ വരേണ്ട സംഗതിയാണ് അല്ലേ. പ്രധാനപ്പെട്ട മാസ്റ്റർ വ്യൂ ആണ് ഒന്ന് സ്ലൈഡ് മാസ്റ്റർ വ്യൂ. ദ മെയിൻ മാസ്റ്റർ വ്യൂ യൂസ്ഡ് ഫോർ ഡിസൈനിങ് സ്ലൈഡ്സ്. സ്ലൈഡുകൾ ഡിസൈൻ ചെയ്യുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മാസ്റ്റർ വ്യൂ ആണ് സ്ലൈഡ് മാസ്റ്റർ വ്യൂ എന്ന് പറയുന്നത്. 2 കൺട്രോൾസ് ദ ലേഔട്ട്, ബാക്ക്ഗ്രൗണ്ട്, ഫോൺസ്, കളേഴ്സ് ആൻഡ് പ്ലേസ് ഹോൾഡേഴ്സ് ഫോർ ഓൾ സ്ലൈഡ്സ്. അപ്പോൾ എല്ലാ സ്ലൈഡുകളുടെയും ലേഔട്ട്, ബാക്ക്ഗ്രൗണ്ട്, ഫോണ്ട്, കളറ്, പ്ലേസ് ഹോൾഡേഴ്സ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സ്ലൈഡ് മാസ്റ്റർ വ്യൂ ആണ്. ഇത് എവിടെ നിന്നാണ് ആക്സസ് ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ പറയുക, വ്യൂ ടാബിൽ ക്ലിക്ക് ചെയ്താൽ സ്ലൈഡ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ലൈഡ് മാസ്റ്റർ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാസ്റ്റർ വ്യൂസ് എല്ലാം ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സവിശേഷത എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്ലൈഡ് മാസ്റ്റർ അപ്ലൈസ് ചേഞ്ചസ് ടു ഓൾ ലേഔട്ട്സ് ബിലോ ഇറ്റ്. അപ്പോൾ അതിന് കീഴിൽ വരുന്ന എല്ലാ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രസന്റേഷൻ എടുത്തിട്ട് ഒരു പർട്ടിക്കുലർ സ്ലൈഡിൽ നമ്മൾ വരുത്തുന്ന ചേഞ്ചസ് എല്ലാം മറ്റ് സ്ലൈഡുകൾക്കും കൂടി എന്തായിരിക്കും? ആപ്ലിക്കബിൾ ആയിരിക്കും. അതായത് ടോപ്പ് മോസ്റ്റ് സ്ലൈഡിൽ അല്ലെങ്കിൽ ആദ്യത്തെ സ്ലൈഡിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾ താഴെയുള്ള സ്ലൈഡുകളിലും ആപ്ലിക്കബിൾ ആവും. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്, പ്ലേസ് ഹോൾഡർ സ്റ്റൈൽസ്,
ബാക്ക്ഗ്രൗണ്ട്സ് ആൻഡ് തീംസ്, ലോഗോസ് ഓർ ഡിസൈൻ എലമെന്റ്സ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ലൈഡ് മാസ്റ്റർ വ്യൂ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതല്ല സാധാരണ വ്യൂസ് വെച്ചുകൊണ്ട് നമ്മൾ ആ എല്ലാ സ്ലൈഡുകൾക്കും വേണ്ടുന്ന ലോഗോയോ വാട്ടർമാർക്കോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ആപ്ലിക്കബിൾ ആവത്തില്ല കേട്ടോ. നമ്മൾ മാസ്റ്റർ വ്യൂവിൽ പോയതിനു ശേഷം മാത്രമേ പവർ പോയിന്റിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാവൂ, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. Then you can create or modify custom layouts. Next നമ്മൾ പഠിക്കുന്നത് ഹാൻഡ് ഔട്ട് മാസ്റ്റർ വ്യൂ. എന്താണ് ഹാൻഡ് ഔട്ട് മാസ്റ്റർ വ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസ് ഇറ്റ് ടു ഡിസൈൻ ദ ലേഔട്ട് ഓഫ് പ്രിന്റഡ് ഹാൻഡ് ഔട്ട്സ്. അപ്പോൾ നമുക്ക് പ്രിന്റഡ് ഹാൻഡ് ഔട്ട്സിന്റെ ലേഔട്ട് ഡിസൈൻ ചെയ്യാനാണ് ഹാൻഡ് ഔട്ട് മാസ്റ്റർ വ്യൂ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. എവിടെ നിന്നാണ് ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുക? വ്യൂ എന്ന് പറയുന്ന ടാബിൽ ഹാൻഡ് ഔട്ട് മാസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാൻഡ് ഔട്ട് മാസ്റ്റർ വ്യൂ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രസന്റേഷനെ ആ ഒരു വ്യൂവിൽ കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്പർ ഓഫ് സ്ലൈഡ്സ് പെർ പേജ്. ഒരു പേജിൽ എത്ര സ്ലൈഡുകൾ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര സ്ലൈഡുകൾ നമുക്ക് കാണാൻ സാധിക്കണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഹാൻഡ് ഔട്ട് മാസ്റ്റർ വ്യൂ ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. ഒരു പേജിൽ നമുക്ക് 1, 2, 3, 6, 9 ഒക്കെ സ്ലൈഡുകൾ എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഹെഡറും ഫൂട്ടറും, കോമൺ ആയിട്ട് വേണ്ടുന്ന ഹെഡറും ഫൂട്ടറും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഡേറ്റ്, പേജ് നമ്പർ, ടെക്സ്റ്റുകളെ കസ്റ്റം ചെയ്യാം. ഇത്തരം കാര്യങ്ങളെല്ലാം ഹാൻഡ് ഔട്ട് മാസ്റ്റർ വ്യൂ ഉപയോഗിച്ച് നമുക്ക് ചെയ്യുവാൻ സാധിക്കുമെന്ന് അറിയുക. യൂസ്ഫുൾ വെൻ പ്രിന്റിംഗ് ഫോർ ഓഡിയൻസ് റെഫറൻസ്. ഓഡിയൻസ് റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മുടെ പവർ പോയിന്റ് ഡോക്യുമെന്റിൽ നമ്മൾ പ്രിന്റ് എടുക്കുമല്ലോ, അതിന് വളരെയധികം സഹായകരമാകുന്ന ഒരു വ്യൂ ആണ് ഹാൻഡ് ഔട്ട് മാസ്റ്റർ വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന വ്യൂ എന്ന് പറയുന്നത് നോട്ട്സ് മാസ്റ്റർ വ്യൂ. നോട്ട്സ് മാസ്റ്റർ വ്യൂ എന്ന് പറയുമ്പോൾ യൂസ്ഡ് ടു ഫോർമാറ്റ് ദ അപ്പിയറൻസ് ഓഫ് നോട്ട്സ് പേജസ്. അപ്പോൾ നമ്മുടെ നോട്ട് പേജിന്റെ അപ്പിയറൻസിനെ ഫോർമാറ്റ് ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യൂ ആണ് നോട്ട്സ് മാസ്റ്റർ വ്യൂ എന്ന് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വ്യൂ ടാബിൽ നോട്ട്സ് മാസ്റ്റർ എന്ന് പറയുന്ന ടാബിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്കിത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുക? ലേഔട്ട് ഓഫ് സ്പീക്കർ നോട്ട്സ് ആൻഡ് സ്ലൈഡ് പ്രിവ്യൂ. സ്പീക്കർ നോട്ടിന്റെ ലേഔട്ടും സ്ലൈഡ് പ്രിവ്യൂവിന്റെ ലേഔട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫോൺസ്, സൈസ്, കളറ്, ഹെഡേഴ്സ്, ഫൂട്ടേഴ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നോട്ട്സ് മാസ്റ്റർ വ്യൂ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. അപ്പിയർസ് വെൻ യു പ്രിന്റ് നോട്ട്സ് പേജസ് ഓർ ഷെയർ സ്പീക്കർ നോട്ട്സ്. അപ്പോൾ നമുക്ക് നോട്ട്സ് പേജിനെ പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ സ്പീക്കർ നോട്ടൊക്കെ നമുക്ക് ഓഡിയൻസുമായിട്ട് ചിലപ്പോൾ ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും. അത്തരം സന്ദർഭങ്ങളിലെല്ലാം ഈ നോട്ട്സ് മാസ്റ്റർ വ്യൂ എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എഡിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് വ്യൂസ് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. നോർമലി കുറച്ച് വ്യൂസ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ മാസ്റ്റർ വ്യൂസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ പരീക്ഷകൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സ്ഥിരമായിട്ട് ചോദിച്ചു വന്നൊരു ചോദ്യമാണ് വാട്ട് ഈസ് ദ ഡിഫോൾട്ട് വ്യൂ ഇൻ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. നമ്മൾ പഠിച്ചു നോർമൽ വ്യൂ ആണെന്ന് പഠിച്ചു. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാസ്റ്റർ വ്യൂസും നമ്മൾ പഠിച്ചു കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്യൂസ് എന്താണ് എന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൈക്രോസോഫ്റ്റ് വേർഡിലായാലും പവർ പോയിന്റിലായാലും വ്യൂസ് നല്ല വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചു കൊള്ളുക കേട്ടോ. ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു വന്നു. സ്ലൈഡ് ഷോയുടെ ഷോർട്ട് കട്ട് പറഞ്ഞു വന്നു. ബിഗിനിങ്ങിൽ നിന്ന് എങ്ങനെ സ്ലൈഡ് ഷോ തുടങ്ങണം, ഒരു കറണ്ട് സ്ലൈഡിൽ നിന്ന് എങ്ങനെ സ്ലൈഡ് ഷോ തുടങ്ങണം, ഇതെല്ലാം PSCയുടെ സ്ഥിര ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഈ വ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. ആർപ്പ് വിളിയോടെ CC ആപ്പ്. ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ.